ഹർഷ, ഇന്നത്തെ പ്രഭാതം പൊട്ടിവിടർന്നത് ഒരു നാഷണൽ ബ്രേക്കിങ്ങോട് കൂടിയാണ്. എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന NDTVയുടെ വോട്ട് വൈബ് സർവേ പുറത്തു വന്നിരിക്കുന്നു. 50%-ലധികം ആൾക്കാർ കേരളത്തിൽ എന്താണ് വിരുദ്ധ വികാരമുണ്ടെന്ന് പറയുന്നു. കൂടാതെ അടുത്ത തിരഞ്ഞെടുപ്പിൽ കേരളം UDF ഭരിക്കും. ആര് മുഖ്യമന്ത്രിയാകുമെന്നുള്ള ചോദ്യത്തിൽ പിണറായി വിജയനെയും KK ശൈലജയും രാജീവ് ചന്ദ്രശേഖരനെയും ശശി തരൂരിനെയും ഒക്കെ തള്ളിക്കൊണ്ട് ശ്രീ ആദരണീയനായ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രിയാകുമെന്നാണ് സർവ്വ പറയുന്നത്. എന്ത് തോന്നുന്നു? ഈ 50% ഭരണവിരുദ്ധ വികാരം അത്ര ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ തുടക്കം മുതലേ പറയുന്ന കാര്യമാണ്, ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ആരോഗ്യ മേഖലയായിക്കോട്ടെ അല്ലെങ്കിൽ ഏതൊരു മേഖല എടുത്ത് നോക്കിയാൽ ആഭ്യന്തര മേഖല ആയിക്കോട്ടെ, എല്ലാത്തിലും തെറ്റുകൾ മാത്രം സംഭവിക്കുന്ന സംസ്ഥാന സർക്കാരിന് ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കതിൽ അത്ഭുതപ്പെടാനില്ല. നമ്മൾ അംഗീകരിക്കുമ്പോഴും ഇപ്പോഴും ഈ പറയുന്ന ഭരണപക്ഷം അത് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ചേട്ടൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യം, VD സതീശൻ മുഖ്യമന്ത്രിയാകും എന്ന് പറയുന്നത്, അതിന് കൃത്യമായി അവർ UDF അധികാരത്തിൽ വരുമെന്ന് ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് പറയുന്നത്. VD സതീശൻ മുഖ്യമന്ത്രി ആകുമെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 20% ആളുകൾ മാത്രമാണ് VD സതീശൻ ആയിരിക്കും മുഖ്യമന്ത്രി എന്ന് ഉറപ്പിച്ചത്. 22% പേര്. അതെ, 22% ആളുകൾ. അദ്ദേഹം ഇപ്പോഴത്തെ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളായിക്കോട്ടെ അല്ലെങ്കിൽ അതിനു മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇങ്ങോട്ട്, അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ കാണുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും VD സതീശന്റെ പങ്ക് കൃത്യമായി തന്നെയുണ്ട്, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ. അതുകൊണ്ട് തന്നെ ആ തെരഞ്ഞെടുപ്പിലെല്ലാം തന്നെയും UDFന് ഒരു മേൽക്കൈ നേടാൻ സാധിച്ചിട്ടുള്ളിടത്തോളം കാലം VD സതീശന്റെ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് അവിടെ കൃത്യമായി വർക്കായിട്ടുണ്ടെന്നും ജനങ്ങളുടെ പൾസ് എന്താണെന്ന് കൃത്യമായി VD സതീശൻ അറിയാമെന്നും ഒരു ധാരണ പൊതുജനങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മുഖ്യമന്ത്രി ആയാൽ നല്ലതായിരിക്കുമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രി ആകുമെന്ന് ഉറപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. പക്ഷെ അപ്പോഴും ഒരു വിഭാഗം ആളുകൾ പിണറായിസം എന്ന് പറയുന്നത് പോലെ സതീശനിസം വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നവരുമുണ്ട്. നമുക്ക് അതിനെ തള്ളിക്കളയാൻ സാധിക്കില്ല. നോക്കൂ, ഈ ഇതെടുത്ത് നോക്കുകയാണെങ്കിൽ ജനങ്ങൾ ഭരണത്തിന്മേലുള്ള അതൃപ്തി പ്രകടിപ്പിക്കുന്നതാണ്. സർവേ ഇങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് 39% ആളുകൾ മോശം എന്ന് പറയുമ്പോൾ, പുറത്തു വന്ന സർവേ പ്രകാരമാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭരണം വളരെ മോശം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ 50%-ന് മുകളിൽ ആളുകൾ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് പറയുമ്പോഴും അതിൽ ഇന്നത്തെ ഭരണം വളരെയധികം മോശമാണെന്ന് എഴുതി തള്ളിയിരിക്കുന്ന 31% ആളുകളാണ് കേരളത്തിലുള്ളത്. അതോടൊപ്പം തന്നെ മോശം, എന്നാൽ വളരെ മോശമല്ല പക്ഷെ മോശമാണ് ഭരണം എന്ന് പറയുന്ന 20% ആളുകളാണ് കേരളത്തിലുള്ളത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ തൊട്ടു പിന്നിലായിട്ട് പിണറായി വിജയനുണ്ട് 20%. 18%. അതെ, ഈ പറഞ്ഞ പിണറായി വിജയന് 18%, KK ശൈലജയ്ക്ക് 16% വിജയ സാധ്യത അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്ന ആളുകൾ. അതായത് പിണറായി വിജയനേക്കാളും 4% കൂടുതലാണ് VD സതീശന്റെ ഗ്രാഫ്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മൊത്തത്തിലുള്ള, അതായത് 5.26 വോട്ട് ഷെയറും ഈ ഒരു ജനപിന്തുണയും കൂടെ നോക്കുമ്പോൾ UDF തന്നെ ഭരണത്തിൽ വരാൻ സാധ്യതയുണ്ട് എന്നാണ് NDTV ഉൾപ്പെടെയുള്ളവരുടെ സർവേ സൂചിപ്പിക്കുന്നത്. അതെ, 32%-ലധികം വോട്ടുകൾ നേടാൻ സാധ്യതയുണ്ട് UDF എന്നാണ് ഇപ്പോഴത്തെ ഈ ഒരു സർവേയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. LDF-ന്റെ പുറത്തുനിന്ന കണക്കുകൾ പ്രകാരം 29%-ഓളം വോട്ടുകൾ നേടാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ BJPക്ക് 19%-ലേറെ വോട്ടുകൾ നേടാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണ 20% ആയിരുന്നു എന്ന് പറയുമ്പോൾ 19%. ആ കണക്കിൽ മാത്രമേ ഒരു വൈരുദ്ധ്യമുള്ളൂ. 20% അവർ 22-24% വോട്ടുകൾ. ഗ്രാജുവലായി എല്ലാ പാർട്ടികളും വളരുന്നതിന്റെ കൂട്ടത്തിൽ BJPക്ക് കൃത്യമായി 24%-ലേക്ക് എത്താനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല. അപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ BJPയും വളരുമെന്നാണോ പറഞ്ഞു വരുന്നത്? അല്ല, തീർച്ചയായിട്ടും. അത് നോക്കൂ, 20% വോട്ടുകളിൽ നിന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് ആയപ്പോൾ അത് 16%-ആയി കുറഞ്ഞു. അതിൽ 4% UDF-ലേക്ക് എത്തി. നോക്കൂ, അത് നിയമസഭയിലേക്ക് വരുമ്പോൾ, ലോക്സഭയിലേക്ക് വരുമ്പോൾ 20% എന്നുള്ളത് കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനമുണ്ടല്ലോ. ഇപ്പോ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ പിടിച്ചിരിക്കുന്ന ഒരു ഭൂമി സാഹചര്യത്തിൽ, നല്ല സ്ഥാനാർത്ഥികളെ പല മണ്ഡലത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ, BJPയുടെ സംഘടനാ ശക്തി വളർന്നിരിക്കുന്ന സാഹചര്യത്തിൽ 20% തന്നെ നിൽക്കാനായിരിക്കും അവരുടെ ശ്രമം. അത് 1-2% കൂടുന്ന ഒരു സാഹചര്യമായിരിക്കും കേരളത്തിൽ ഉണ്ടാവുക എന്നുള്ളത് പൊതു വിലയിരുത്തലാണ്. അല്ലാതെ BJP ഇനി വളരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. തീർച്ചയായിട്ടും. ഇപ്പോ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ളവർ VD സതീശന്റെയും KK ശൈലജയുടെയും പിണറായി വിജയന്റെയും പേരുകൾ നമ്മൾ പറഞ്ഞപ്പോൾ വിട്ടുപോകരുതാത്ത പേരാണ് രാജീവ് ചന്ദ്രശേഖരന്റെ. 14.9% എന്ന്. അതെ, ആ ഒരു വളർച്ച BJPക്ക് ഉണ്ട് എന്ന് ജനങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ ഈ പറയുന്ന സർവേയിലൂടെ നമുക്ക് അതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇപ്പോഴും VD സതീശൻ ഇത്രയും ഉയർച്ചയിൽ പറയുമ്പോൾ നമുക്കറിയാം കോൺഗ്രസിനെ സംബന്ധിച്ച് ആര് മുഖ്യമന്ത്രിയാകും, ഇത്രയും നേതാക്കളുള്ളപ്പോൾ ആരാകും എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതിന് ഈ പറയുന്ന സർവേയിൽ VD സതീശന്റെ പേര് എടുത്തു പറഞ്ഞാൽ പോലും
പൂർണ്ണമായും നമുക്ക് അതിനെ വി ഡി സതീശൻ തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്ന് എഴുതി തള്ളാൻ സാധിക്കില്ല. അതിനപ്പുറത്തേക്ക് മറ്റു പല നേതാക്കന്മാരും, രമേശ് ചെന്നിത്തലയെ പോലെ അല്ലെങ്കിൽ കെ സി വേണുഗോപാലിനെ പോലെ ഇത്രയും നേതാക്കന്മാരുള്ളപ്പോൾ, കഴിഞ്ഞ ദിവസം കെ സി വേണുഗോപാൽ പറഞ്ഞിരുന്നു താൻ മത്സരിക്കില്ല അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആകില്ലെന്ന് പറയുമ്പോഴും അപ്പോഴും എണ്ണമറ്റ നേതാക്കന്മാർ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഈ പറയുന്ന CPM-ലേക്ക് വരുമ്പോൾ രണ്ടുപേരുടെ പേരുകൾ മാത്രമാണ് ഉയർന്നു കേൾക്കുന്നത്. സർവേയിലും ആ പേരുകൾ മാത്രമാണ്, പുറത്തും ആ പേരുകൾ മാത്രമാണ്. മറ്റൊരാളെ എടുത്തു വെക്കാൻ സാധിക്കില്ല. പിണറായി വിജയൻ അല്ലെങ്കിൽ ശൈലജ ടീച്ചർ, ഇതിൽ ആരെങ്കിലും ഒരാൾ. പക്ഷേ ശൈലജ ടീച്ചർ മത്സരിക്കുമോ അല്ലെങ്കിൽ ശൈലജ ടീച്ചറും പിണറായി വിജയനും തമ്മിൽ 2 പോയിന്റിന്റെ വ്യത്യാസം എങ്ങാണ്ടേ ഉള്ളൂ, 16-18. അപ്പോൾ ശൈലജ ടീച്ചറെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തി കാണിക്കുന്നതിലും തെറ്റില്ല എന്നാണ് സർവേ സൂചിപ്പിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. പക്ഷേ ഈ പറയുന്ന ശൈലജ ടീച്ചറെ മത്സരിപ്പിക്കുമോ എന്നുള്ളത് മറ്റൊരു സംശയം തന്നെയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഴിഞ്ഞ കുറച്ച് സമയങ്ങൾക്ക് മുൻപ് ഇത്തരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ CPM-ൽ അല്ലെങ്കിൽ LDF-ൽ എല്ലാ MLA-മാരോടും പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ആര് മത്സരിക്കും, ആര് മത്സരിക്കില്ല, അല്ലെങ്കിൽ നിങ്ങളൊക്കെ സ്ഥാനാർത്ഥികളാകുമോ എന്നൊരു ഉറപ്പുമില്ല. പക്ഷെ എന്നാലും മണ്ഡലത്തെ സജീവമായി തന്നെ പ്രവർത്തിക്കണം. മണ്ഡലത്തിൽ മാത്രമല്ല, നിയമസഭാ സമ്മേളനത്തിൽ ഈ 9.5 വർഷം ചെയ്ത എല്ലാ നല്ല കാര്യങ്ങളും ഉയർത്തി കാണിക്കാനുള്ള ഒരു അവസരമായി തന്നെ ഈ അവസാന സമയത്തെ ഉള്ള ഒരു നിയമസഭാ സമ്മേളനം ഉപയോഗപ്പെടുത്തണമെന്ന് കൃത്യമായ ഒരു അഡ്വൈസ് നൽകിയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ശൈലജ ടീച്ചറിനെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ശൈലജ ടീച്ചർ ചെയ്ത നല്ല കാര്യങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് വോട്ട് പിടിച്ച സംസ്ഥാന സർക്കാർ തന്നെ വീണ്ടും ഇത് തന്നെയാണോ ആവർത്തിക്കുന്നത്? വീണ്ടും ഈ പേരുകൾ ഉയർത്തി കേൾക്കുമ്പോൾ ജനങ്ങൾക്ക് സംശയമാണ് ഇവർ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ തന്നെ. അപ്പൊ പിന്നെ എന്ത് വിശ്വാസത്തിൽ അല്ലെങ്കിൽ എന്ത് ധൈര്യത്തിലാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ ഒരു വിജയം പ്രതീക്ഷിക്കുന്നത് എന്ന് നമുക്കറിയില്ല. എന്തായാലും പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം 32%-ലധികം വോട്ടുകൾ UDF നേടുമെന്ന് പറയുമ്പോൾ തീർച്ചയായും ഒരു UDF തരംഗം, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ട അതേ തരംഗം തന്നെ നിയമസഭയിലേക്കും വരാൻ സാധ്യതയുണ്ട് എന്നാണ് കാണിക്കുന്നത്. വി ഡി സതീശൻ മുഖ്യമന്ത്രി ആകുമെന്നുള്ള സർവേ മുന്നോട്ട് വരുമ്പോഴും ഇത് കോൺഗ്രസിനകത്ത് വലിയ രീതിയിലുള്ള അങ്കലാപ്പ് സൃഷ്ടിക്കുന്നു. നോക്കൂ, ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ സർവേ, NDTV-യുടെ ആ സർവേ എന്ന് പറയുന്നത് ആധികാരികമായിട്ടുള്ള സർവേ ആണ്. അപ്പോൾ NDTV-യുടെ ആയാലും ഇന്ത്യ ടുഡേയുടെ ആയാലും നാഷണൽ ലെവലിൽ നമ്മൾ നോക്കുന്ന മാധ്യമങ്ങളാണ്. അപ്പോൾ ആ സർവേയുടെ അടിസ്ഥാനത്തിൽ ഇനി ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ നാളെ ബൈറ്റ് തേടാനായി ഇനി കോൺഗ്രസ് നേതാക്കളുടെ ഇടയിലേക്ക് ചെല്ലുകയാണ്. അവർക്ക് ഇടയിൽ ഒരു ആദ്യ സൃഷ്ടിച്ചുകൊണ്ട് ടീം UDF-നെ ഛിന്ന ഭിന്നമാക്കാനുള്ള ശ്രമങ്ങൾ ഇവിടുത്തെ ഇടതുപക്ഷ മാധ്യമങ്ങൾ അല്ലെങ്കിൽ സൈബർ മാധ്യമങ്ങൾ ശ്രമിക്കുമെന്നുള്ളതിൽ യാതൊരു വിധത്തിലുള്ള സംശയമില്ല. നോക്കൂ, ഈ ഇത്രയും 10 വർഷമായിട്ടും ഇവിടെ ഭരണവിരുദ്ധ വികാരം 50% എന്ന് പറയുന്നതിൽ NDTV നോക്കാതെ വരും. ഇവിടെ CPM-നെതിരെയുള്ള വികാരമല്ല, പിണറായി വിജയനെതിരെയുള്ള വികാരമാണ് CPM-ലേക്ക് പ്രതിഫലിക്കുന്നത്. ഒരു പക്ഷേ പിണറായി വിജയൻ മാറ്റി നിർത്തപ്പെടുകയാണെങ്കിൽ CPM-ന് തിരിച്ചുവരവിന്റെ പാതയുണ്ടെന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുന്ന ചർച്ചകളുടെയും വിമർശനങ്ങളുടെയും ഭാഗമായി രാഷ്ട്രീയ നിരീക്ഷകർ ഉയർത്തിക്കൊണ്ടുവരുന്ന കാര്യമാണ്. രണ്ടാമത്തെ കാര്യം നോക്കൂ, ഇനി തോറ്റു കഴിഞ്ഞാൽ ഒരു LDF പ്രതിപക്ഷത്തേക്ക് പോവുകയാണെങ്കിൽ പിണറായി വിജയൻ ആയിരിക്കുമോ ഇനിയിപ്പോൾ പ്രതിപക്ഷ നേതാവ്? ഒരിക്കലുമില്ല. അദ്ദേഹത്തിന് ഇനിയിപ്പോൾ അദ്ദേഹത്തിന് അസുഖബാധിതനാണ്. അദ്ദേഹത്തിന്റെ വിശ്രമ ജീവിതവുമായി ചിലപ്പോൾ മകന്റെ അടുത്തേക്ക് ദുബായിലേക്കോ അല്ലെങ്കിൽ എവിടേക്കെങ്കിലും പോയി വിശ്രമ ജീവിതം നയിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. എന്തായാലും ഈ സർവേ വി ഡി സതീശന് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. അദ്ദേഹം മുഖ്യമന്ത്രി ആകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം നിലനിൽക്കുന്നു. കഴിഞ്ഞ ദിവസത്തെ ന്യൂസ് മേക്കർ അവാർഡിൽ പോലും, മനോരമ ന്യൂസ് മേക്കർ അവാർഡിൽ ഡയറക്റ്റ് ചോദിച്ചപ്പോൾ പോലും അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അത് പാർട്ടിയാണ് തീരുമാനിക്കുന്ന സാഹചര്യത്തിൽ അത് എന്താണ് വേണ്ടതെന്നുള്ളത് പാർട്ടി പറയുന്നത് പോലെ കേൾക്കുമെന്നാണ് അദ്ദേഹം ഇപ്പോഴും പറയുന്നത്.